ലുഡോ ഗെയിം എങ്ങനെ ഹാക്ക് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ നമുക്കറിയാം ഒരുപാട് ഗെയിംസിൻ്റെ ഹാക്കിംഗ് രീതിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ലുഡോയുടെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത്. ഒരുപാട് വീഡിയോസൊക്കെ വേറെ ഉണ്ട്, അത് പോയിന്റ്സൊക്കെ ഇങ്ങനെ കൂട്ടാന്നുള്ള വീഡിയോ ആണ്. എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫസ്റ്റിലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, അതായത് 6 തന്നെ വരുന്നത്. എല്ലാ അക്കവും നമ്മൾ എത്ര തവണ ഇടുന്നോ അത് തന്നെ 6 തന്നെ വരാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഏത് സംഖ്യ വിചാരിക്കുന്നോ അത് തന്നെ ഇതിൽ വരുത്തിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ട്രിക്സും ടിപ്സും ഒന്നുമല്ല, ഹാക്കിംഗ് ആണ്. നമുക്കറിയാം ഇത് സാധാരണ ഗെയിം പോലെ ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതിന് ഒരുപാട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം, കാരണം എവിടെയെങ്കിലും ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് വർക്കാവില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വീഡിയോ ഫുള്ളായിട്ട് കാണണം. സാധാരണ ഹാക്കിംഗ് ആപ്ലിക്കേഷനൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. പക്ഷേങ്കിൽ ഈ ലുഡോൻ്റെ കേസ് എടുത്താൽ അതുകൊണ്ടാണ് മലയാളത്തിൽ ആരും ചെയ്യാത്തതെന്നും തോന്നുന്നു. അത് എങ്ങനെ ഹാക്ക് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒന്നുകൂടെ പറയുകയാണ്, വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ ഇത് എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കമൻറ്റ് ബോക്സ് പോയാൽ നിങ്ങൾക്ക് ഞാനൊരു ലിങ്ക് വെച്ചിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 3 സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പാരൽ സോഫ്റ്റ്വെയർ ആണ്, അതുപോലെ തന്നെ ഹാക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. പാരലിൻ്റെ 64 ബിറ്റ് എന്ന് പറയുന്ന വെർഷനും അതുപോലെ തന്നെ 32 വെർഷനുമാണ് ഇതിൽ 3 സോഫ്റ്റ്വെയർ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. GG APKയും അതുപോലെ തന്നെ പാരൽ സോഫ്റ്റ്വെയർ 3 ഇൻസ്റ്റാൾ ചെയ്യുക. പാരലൽ സ്പേസ് നമുക്കറിയാം, സാധാരണ ചിലരൊക്കെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആയിരിക്കും. ഒരു ഫോണിൽ 2 ആപ്ലിക്കേഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് നോർമൽ വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് മറ്റൊരു വാട്സപ്പും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് പാരലൽ സോഫ്റ്റ്വെയർ. ഇത് ഞാൻ താഴെ കൊടുത്തിട്ട് ലിങ്ക് പോയാൽ നിങ്ങൾക്ക് ഇത് 3 ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ 3 ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ പാരലൽ സ്പേസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത GG എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലുഡോ സോഫ്റ്റ്വെയർ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതായിരിക്കും, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ലുഡോ കിങ് ആണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തത്. അത് നമ്മൾ GG സോഫ്റ്റ്വെയറും ലുഡോ കിങ്ങും ഇതിലേക്ക് 2 സ്പേസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ മാറ്റിയതിന് ശേഷം GG എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഒരു ഇൻസ്റ്റാളിംഗ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ഇത് വരും, ഇൻസ്റ്റാൾ മോഡ്. അതിൽ ഡിഫോൾട്ട് എന്ന് പറയുന്ന ഒരു ഇത് കാണും. അവിടെ ഞാനിപ്പം ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷനിൽ കൊടുക്കും. അതിനുശേഷം ലോഡിങ് വരും. ഇതുപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ ലോഡിങ് കാണിക്കും. അത് 100% ആകുമ്പോൾ വേറൊരു സോഫ്റ്റ്വെയറും കൂടെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും. ഇതുപോലെ നിങ്ങൾ ആക്സസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പാരലൽ സ്പേസസിന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ കൊടുത്തത്. അത് നിങ്ങൾ ആക്സസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയതിനു ശേഷം നിങ്ങളെ ഫോൺ റൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഒരു ചോദ്യം ഇപ്പോൾ വരും, അതായത് ഫോൺ റൂട്ടഡ് ഫോണോ അല്ലെങ്കിൽ അൺറൂട്ടഡ് ഫോണോ എന്നുള്ളത്. അതിൽ നോ റൂട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഓപ്ഷനായിട്ട് വരും. അതായത് ഇതിൻ്റെ എബൌട്ടും കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് പാരലൽ സ്പേസിൽ വന്നാൽ നമ്മൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ഒരു സോഫ്റ്റ്വെയറും കൂടെ, അതായത് GG വെച്ച് നമ്മളൊരു പുതിയ സോഫ്റ്റ്വെയർ കൂടെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു സോഫ്റ്റ്വെയർ ഇവിടെ കാണില്ല, നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ലുഡോ അതുപോലെ തന്നെ GG എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് ആഡ് എന്നുള്ള ആപ്സ് കൊടുത്താൽ അവിടെ കാണിക്കും. അതും കൂടെ ഇതിലൂടെ ആഡ് താഴെ കാണാൻ പറ്റും. AVGXYM എന്നുള്ളൊരു സോഫ്റ്റ്വെയർ, അത് ഓപ്പൺ ചെയ്യുക. സെയിം സിമ്പിളാണ്, GGൻ്റെ അതേ സിമ്പിൾ തന്നെയാണ് കാണിക്കുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. ഇതിൽ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതിൻ്റെ കുറച്ച് താഴോട്ടേക്ക് വന്നാൽ പെർമനൻറ്റ് ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അവിടെ നോ എന്നാണ് ഉണ്ടാവുക. അത് നിങ്ങൾ ലെവൽ 3 എന്നാക്കി കൊടുക്കണം.
പ്രിവെൻറ്റ് അൺലോഡ് എന്നാണ് ഓപ്ഷൻ. അത് നോ എന്നാണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ലുഡോൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ലുഡോൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയറിൻ്റെ ഒരു സിമ്പൽ, മെസ്സഞ്ചറിൻ്റെ ഒക്കെ സിമ്പൽ പോലെ ജി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ബ്ലൂ ഒരു കളറിൽ ഇതിൽ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ലുഡോ കമ്പ്യൂട്ടർ മോഡിലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ 2 പ്ലെയേഴ്സിലാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പം കാണാൻ പറ്റും ജി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സിമ്പൽ. നമ്മൾ ഫസ്റ്റ് ഏത് അക്കാണോ വീഴുന്നതെന്ന് പറഞ്ഞാൽ അതിനുശേഷം നമ്മൾ ആ ഒരു ജി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിൽ ലുഡോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ നമ്മൾ വീണ അക്കം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ന്യൂ സെർച്ച് എന്ന് കാണാൻ പറ്റും. അതിന് മുന്നേ നിങ്ങൾ ടൈപ്പ് എന്നുള്ളതെടുത്ത് ക്വസ്റ്റ്യൻ മാർക്ക് കാണാൻ പറ്റും. അവിടെ എടുത്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ളടത്ത് ടൈപ്പ് എന്ന് കാണാൻ പറ്റും. അവിടെ രണ്ടാമത്തെ, അതായത് ഡി വേർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും ഡി കൊണ്ട് കൊടുക്കുന്ന. അതുമാത്രമാണ് ഡി കൊണ്ട് കൊടുക്കുന്ന വേർഡും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷനിൽ തന്നെയാണ് ഇത് വരിക. അവിടെ അത് കൊടുത്തതിന് ശേഷം ന്യൂ സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ ഇതുവരെ ലോഡാവും. ഇതിന് ശേഷം നിങ്ങൾ പിന്നെ ഇതുപോലെ 2-3 തവണ ഇതുപോലെ കൊടുക്കണം. നിങ്ങൾക്ക് എത്രയാണോ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് അതിൽ ഇതിലേക്ക് നമ്മൾ ആ ജി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എടുത്ത് അതിലേക്ക് നേരത്തെ കൊടുത്ത് അതേ മോഡലിൽ തന്നെ പിന്നെയും ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ കൂടെ ഇതിൽ വരും. നമുക്ക് എന്തായാലും വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ ഇവിടെ ഓപ്ഷൻസിൽ ആ വീണ സംഖ്യേനെ പിന്നെയും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ചെറുതായിട്ട് ബ്ലൂവിൽ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ വരുന്നവരെ നിങ്ങൾ എത്രയാണോ വരുന്നത് ആ സംഖ്യ അവിടെ അടിച്ചു കൊടുക്കണം സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ. അതിനുശേഷം നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വരേണ്ടതെന്ന് തോന്നുമെങ്കിൽ അത് ഇവിടെ അടിച്ചു കൊടുക്കുക. നമുക്കിപ്പോൾ 6 വേണ്ടതെങ്കിൽ 6 എന്ന് കൊടുക്കുക. ഫ്രീസ് എന്ന് കൊടുത്താൽ 6 മാത്രമേ ഇതിലേക്ക് വരും. അതാണ് ഫ്രീസ് എന്ന് പറയുന്ന ഓപ്ഷന്. അത് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഫുൾ 6 തന്നെ വരുന്നത്. ഫുൾ 6 തന്നെ. നമ്മൾ മറ്റുള്ളവർ ഓൺലൈനൊക്കെ കളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജയിക്കാനും അവർ ഫുള്ള് മറ്റുള്ളവർ ഇറക്കുന്ന മുന്നേ നമുക്ക് ജയിക്കാൻ വരെ ഇതുകൊണ്ട് പറ്റും. മറ്റുള്ളവർ എത്ര അതായത് അവർ കേൾക്കുന്ന മുന്നേ നമുക്ക് ഫുൾ 6 തന്നെയാണ് വരുന്നത്. അത് പിന്നെ ചേഞ്ച് അതായത് അവരെ നമുക്ക് വെട്ടുകയൊക്കെ ചെയ്യണമെങ്കിൽ അത് ഇതിൽ മാറ്റി കൊടുക്കാൻ പറ്റും. എത്രയാണ് വേണ്ടതെന്ന് വെട്ടാൻ എത്രയാണ് വേണ്ടതെന്നുള്ള അത് ഐ ഫ്രീസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ്റെ മുകളിൽ കൊടുത്താൽ മതി. നമ്മൾ ഇപ്പോൾ ഇവിടെ സംഖ്യ മാറ്റി കൊടുക്കുകയാണ്. 6 എന്നുള്ളത് മാറ്റിയിട്ട് 2 എന്ന് കൊടുക്കുകയാണ്.
പിന്നെ ഫുള്ള് 2 തന്നെയാണ് പോവുക. അതായത് ഫ്രീസ് കൊടുത്താൽ നമ്മൾ ആ സംഖ്യ മാത്രമാണ് വരും. ഫ്രീസ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓരോരോ ടൈമിൽ ഇങ്ങനെ മാറ്റി കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള സംഖ്യ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വരും. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ.